ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ അരുണിമേനെ കാണുമ്പോൾ ഒരുപാട് യാത്രകൾ ഇപ്പം പെൺകുട്ടികളെ സംബന്ധിച്ച് അവരൊരുപാട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സാധനം അരുണിമ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് കാണുമ്പോൾ പ്രൗഡായിട്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എന്നാൽ അറ്റ് ദ സെയിം ടൈം കുറേ കുറേ ആൾക്കാർ ഇതിനെതിരെ സംസാരിക്കുന്നവരുണ്ട്, ഇതിൻ്റെ നെഗറ്റിവിറ്റീസ് പറയുന്നവരുണ്ട്. അപ്പം എനിക്കൊന്ന് റീസെൻ്റ്ലി കുറേ നെഗറ്റീവ്സ് അരുണിമയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് സ്റ്റാർട്ടിംഗ് തൊട്ടേ ഉണ്ട്. ഇതൊന്നും നമുക്ക് പുത്തരിയല്ല. അപ്പം എനിക്ക് ഇന്ന് അരുണിമേനെ കണ്ടപ്പോൾ തന്നെ ഫസ്റ്റിൽ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നത്, ഇത്ര നെഗറ്റിവിറ്റി വരുമ്പോൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡ് എന്താണ്? ഞാൻ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ലൈക്ക് അവരുടെ സ്റ്റാൻഡേർഡ് ആണല്ലോ അവര് പബ്ലിക്കായിട്ട് വിളിച്ചു പറയുന്നത്. ഞാനപ്പോൾ അത് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതെന്നെ എഫക്ട് ചെയ്യുന്നില്ല. കാരണം ഞാൻ ചിലപ്പോൾ വീഡിയോ ഇട്ടിട്ട് അത് അപ്ലോഡ് ആയിട്ട് അത് വൈറലായോ എന്താ ഞാൻ അധികം നോക്കിയിരിക്കുമല്ല. ഒരു പണിയില്ലാത്ത ആളുകളായിരിക്കും അത് നോക്കിയിരിക്കുന്നുണ്ടാവുക. പിന്നെ അത് വൈറലായിട്ട് ഇങ്ങനെ ഭയങ്കര എന്തെങ്കിലുമൊക്കെ വേറെ ആൾക്കാരൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ടാവും. അപ്പോഴായിരിക്കും എന്റെ ഫ്രണ്ട്സ് എനിക്ക് അയച്ചു തരാം. അപ്പോഴാണ് ഞാൻ ഈവൻ കമന്റ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നത്. ഞാൻ നോക്കിയിട്ടേ ഉണ്ടാവില്ല കമന്റ്സ് വായിച്ചാലാണല്ലോ നമുക്ക് നെഗറ്റീവ് മൈൻഡ് തന്നെ വരാറ്. പിന്നെ ഇങ്ങനെ റാൻഡം ആയിട്ടുള്ള കമന്റ്സേ വരും. ഇപ്പൊ 1000 കമന്റ്സ് വന്നാൽ അതിലൊരു 10-20 കമന്റ് ആയിരിക്കും മാക്സിമം വായിക്കുക. കാരണം നമ്മൾ കംപ്ലീറ്റ്ലി ഇങ്ങനെ എനിക്ക് വേണ്ടി ട്രാവൽ ചെയ്യുന്നത്, വേൾഡ് കാണാൻ വേണ്ടിയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അതിലുള്ളൊരു സോഴ്സ് ഓഫ് ഇൻകം മാത്രമാണ് എനിക്ക് സോഷ്യൽ മീഡിയ. പിന്നെ ഒരുപാട് നല്ല അനുഭവങ്ങൾ എനിക്ക് അതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. മീൻസ് ഒരുപാട് ആൾക്കാർ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ. അപ്പൊ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അതാണ് ഫസ്റ്റ് തിങ്. സോ എനിക്ക് ഒരുപാട് പോസിറ്റീവ് ഉള്ളപ്പോൾ ഞാൻ നെഗറ്റീവ് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതൊരു നല്ല ടോപ്പിക്കാണ്, നല്ലൊരു പോയിന്റ് ആണ് ഈ കാര്യത്തിൽ. പക്ഷേ ഇപ്പൊ റീസെന്റ് നമുക്ക് ഒരു തുർക്കി യാത്ര കുറേ തുറുപ്പ് ചീട്ടുകളായെന്ന് പറയല്ലേ കുറെ ആൾക്കാർക്ക്. കുറെ ആൾക്കാരുടെ കണ്ടന്റ് ആണ് അത്. അരുണിമയുടെ സ്വന്തം കണ്ടന്റിന് നമ്മൾ കോപ്പിറൈറ്റ് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി തോന്നല്ലേ? ഞാൻ ആക്ച്വലി നാളെ ഞാൻ അത് സൈബർ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പോവാണ്. എനിക്ക് ടൈം കിട്ടിയില്ല. ഞാൻ നാട്ടിൽ വന്നിട്ട് ഒരു 5 days ആയിട്ടുള്ളൂ. സോ നാളെ ജസ്റ്റ് ഇനി ഒന്ന് ഫ്രീ ആവാൻ പോകുന്നത്. അപ്പൊ നാളെ ഞാൻ കാലിക്കറ്റ് പോയിട്ട് അവിടെ സൈബർ കേസ് ഫയൽ ചെയ്യാൻ പോകുന്നു. അപ്പൊ ഇപ്പൊ റിയാക്ട് ചെയ്ത എല്ലാ ആൾക്കാർക്കും പണി കിട്ടാൻ പോകുന്നു. 8ന്റെ പണി കിട്ടാൻ പോവാണ്. കാരണം വളരെ മോശമായിട്ടാണ് അതിൽ എഴുതിയേക്കുന്നത്. അപ്പോ അങ്ങനെ എഴുതുമ്പോ അത് മോശമായിട്ടുള്ള ഒരു കാര്യല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാനത് കേസ് ഫയൽ ചെയ്യുന്നു. കാരണം ഞാനിത് മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ കാരണം എന്റെ ഫ്രണ്ട്സിനും മറ്റുള്ള ആളുകൾക്കൊക്കെ അത് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് ഞാൻ അത് എന്തായാലും പറയാ, ലീഗലി മൂവ് ചെയ്യാം. നമ്മള് അവരെ റിയാക്ട് ചെയ്യാനോ അവരെ പറ്റി മോശം ഞാൻ ഒരു കുറെ വീഡിയോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സോ ലീഗലി മൂവ് ചെയ്യുന്ന ബെറ്റർ ഓപ്ഷൻ. ഓക്കെ. പക്ഷെ കുറെ പേര് ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ റീസെന്റ് ഇപ്പൊ നോക്കിയ വീഡിയോസിൽ, ഇന്നലെ പോലും ഇരുന്ന് നോക്കിയ വീഡിയോസിൽ അരുണിമ വന്ന് ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടതുണ്ട്. പല കാര്യങ്ങളും കണ്ടിട്ടില്ല. അതായത് ഞാൻ ബ്ലോഗറിന്റെ പേര് പറയുന്നില്ല. അപ്പൊ ആ ബ്ലോഗർ പറയുന്നുണ്ട് അരുണിമ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ തരേണ്ടതുണ്ട്. ഇപ്പം നേരത്തെ ഇഷ്യൂസ് ആണെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിവില്ലാത്തവരല്ലേ എന്നെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നത്. സോ എനിക്ക് ഭയങ്കര ഷെയിമായിട്ടാണ് തോന്നാറ്. ഓക്കെ. അപ്പൊ ആ ക്ലാരിഫിക്കേഷൻ വേണോന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ താല്പര്യമുണ്ടോ? നമുക്ക് ഇതിലൂടെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്താലോ? അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഇപ്പൊ തുർക്കിയിലെ ഓരോ യാത്രകൾ ഇപ്പൊ എല്ലാരും ഈ കമന്റ് സെഷനിൽ ഏറ്റവും കൂടുതൽ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്താ പറയാ, ഇത് തന്നെ നോക്കിയിരിക്കുന്ന ഒരാളല്ല. ഞാനത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ റേഞ്ച് ഇല്ലാത്ത കുന്നിന്റെ മലയിൽ നിന്ന് റേഞ്ച് കണ്ടുപിടിച്ച് പോയിട്ടായിരിക്കും ഞാൻ ഒരു വീഡിയോ ഇടുന്നുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ ഫോൺ ഓഫ് ചെയ്ത് ഞാൻ അടുത്ത സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയാ, എനർജി സേവ് ചെയ്യണം. അതായത് എനിക്ക് ചിലപ്പോൾ ഒരു പവർ ബാങ്ക് ഉണ്ടാവുള്ളൂ, അത് ചാർജ് ചെയ്ത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിന്നിട്ടായിരിക്കും. റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കുന്ന 20 minutes ആയിരിക്കും ഞാൻ അവിടെ ചാർജ് ചെയ്തിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രക്ക് ചെയ്ത് മലേന്റെ മുകളിൽ എത്തുമ്പോൾ റേഞ്ച് ഉണ്ടാവില്ല, നെറ്റ് ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് ഞാൻ എപ്പോഴും ഫോൺ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളല്ല. സോ ഞാൻ മൈൻഡ് ചെയ്യാറേ ഇല്ല. ഓക്കെ. അപ്പം ഈ കാറിലെ യാത്രകൾ അല്ലെങ്കിൽ ഇപ്പൊ ട്രക്കിലെ യാത്രകൾ, ഇപ്പൊ പൊതുവെ എല്ലാരും പറയും ട്രക്കിലെ ആൾക്കാർക്ക് കയറാനാണ് കുറച്ചുകൂടെ പേടി, ട്രക്കിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്കറിയില്ല, കാറ് കുറച്ചുകൂടി സേഫ് ആണെന്ന് പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നു, ഞാൻ ഈ റീസെന്റ് കണ്ട വീഡിയോസിൽ ട്രക്കാണ് കുറച്ചും കൂടെ അരുണിമയ്ക്ക് സേഫ് ആയിരുന്നു. കാറിൽ നിന്നാണ് കൂടുതലും മോശം അനുഭവങ്ങൾ. എനിക്ക് കാറിൽ നിന്നും ട്രക്കിൽ നിന്നും ഒക്കെ മോശം അനുഭവം ഉണ്ടായിട്ട് റീസെന്റ് ഞാൻ 4-5 വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. KSRTC വെച്ചിട്ട് ആൾക്കാര് തൊടുന്നതും പിടിക്കുന്നതും മസ്റ്റർബേറ്റ് ചെയ്യുന്നതും എവറിത്തിങ്. കാരണം ആരെങ്കിലും എന്തെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിൽ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഞാൻ ഹിച്ച് ചെയ്ത് യാത്ര ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഞാൻ പൈസ കൊടുക്കാണ്ട് ഫ്രീ ആയിട്ടാണല്ലോ, മീൻസ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എന്താ പറയാ യാത്രാ രീതിയാണ് ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറയുന്നത്. കാണുന്ന വണ്ടികളിലൊക്കെ ലിഫ്റ്റ് അടിക്കുന്നത്, അത്
വില്ലിങ് ആയിട്ടുള്ള ആൾക്കാരാണ് നിർത്തുന്നത് നമ്മൾ ഹിച്ച് ചെയ്യുന്ന സമയത്ത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ റീസെന്റ് എനിക്ക് ഞാൻ ഇങ്ങനെ റാൻഡം ആയിട്ട് കമന്റ് വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ട ഒരു കമന്റ് ആണ് എന്താ പറയാ, ഞാൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് പോകുന്നോണ്ടാണ് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോയിക്കൂടെ, സോ KSRTC നടക്കുന്ന അവർ അതിനെന്താ അപ്പൊ പറയാനുള്ളത്, ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഓക്കെ, അപ്പം കമന്റ് സെക്ഷനിൽ നമുക്ക് ചോദിക്കാല്ലേ, അങ്ങനെ തന്നെ ചോദിക്കാം. അല്ല ശരിയല്ലേ, ഞാൻ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ലേ പറഞ്ഞേ. അത് കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ അതേപോലെ ഞാൻ ഈ തുർക്കിയിലെ സംഭവത്തിൽ വേറെ കണ്ട കുറച്ച് അരുണിമ കണ്ടന്റിന് വേണ്ടി മാത്രം, തംബ്നെയിൽ വരാൻ വേണ്ടി മാത്രം ഇങ്ങനെയുള്ള ഫോട്ടോസ് യൂസ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ക്യാപ്ഷൻസ് യൂസ് ചെയ്യുന്നു. ഇതൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? ആക്ച്വലി അതിനകത്ത് അത്രയും കണ്ടന്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ ഒരു കണ്ടന്റും ഇല്ലാണ്ട് ഒരു ഇതും ഇടാറില്ല. എന്റെ ഏത് തംബ്നെയിൽ എടുത്ത് നോക്കിയാലും അത് കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. എന്തെങ്കിലും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ഉണ്ടെങ്കിലാണ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയാ, ജസ്റ്റ് പനി പിടിക്കുമ്പോൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടാറില്ല. സോ അത് മാത്രമല്ല, എൻ്റെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് മാത്രമാണ്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഞാൻ ഭയങ്കര സെലക്റ്റീവ് ആയിട്ട് പ്രൊമോഷൻ ചെയ്യുന്ന, അല്ലാതെ കണ്ടവരെല്ലാവരെയും പോലെ ഇങ്ങനെ എന്താ പറയുക ഗിവ് അവേ ഉണ്ട്, മറ്റതുണ്ട് മറിച്ചതുണ്ട്, കണ്ടതിനും മറിച്ചതിനും ഒക്കെ ഞാൻ പോയിട്ട് പൈസ തന്നാൽ പോലും ഞാൻ ചെയ്യാറില്ല. സോ അത്രയും സെലക്റ്റീവായി ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് യൂട്യൂബ് റവന്യൂ മാത്രമുള്ളൂ. അത് വെച്ചാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വീഡിയോസ് ഇടുന്നതെല്ലാം. സോ അങ്ങനെ അതുപോലെ ഈ കണ്ടന്റ് ജനറേറ്റ് ചെയ്ത്, അതായത് ഇത് ശരിയായിട്ടുണ്ടാവുന്ന കണ്ടന്റുകളല്ല, ഞാൻ എന്റെ ട്രാവലിൽ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈവൻ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ട്രാവലർ മാത്രമാണ്. സോ ട്രാവൽ ചെയ്യാൻ എനിക്ക് പൈസ വേണം, എനിക്ക് ഇൻകം സോഴ്സ് യൂട്യൂബ് ആണ്. സോ ഞാൻ എന്റെ ട്രാവലിൽ ഉണ്ടാവുന്ന നല്ലതും മോശവും എന്ത് എക്സ്പീരിയൻസ് ആണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യും. പക്ഷെ ഈ എക്സ്പീരിയൻസ് പോലും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പറയുന്നുണ്ട്. ലൈക്ക് ഞാനൊരു വായിച്ച കമന്റ് ആണ്, സെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത്. ആ സമയത്ത് അവരെ യൂസ് ചെയ്തിട്ട് ഇപ്പൊ അരുണിമ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ സോ അതുകൊണ്ട് ആ ടൈമിൽ എന്താ നടക്കുന്നതെന്നറിയില്ല. അപ്പൊ ആൾക്കാർ അത്ര കടന്ന് ചിന്തിച്ചാണ്. അതാണ് ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അത് പറയുമ്പോ ലൈക്ക് അതെന്താ പറയാ, എന്റെ മാനാഭിമാനത്തെ ചോദ്യം ചെയ്ത പോലെയല്ലേ. സോ അതുകൊണ്ടാണ് ഞാൻ കേസ് ഫയൽ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മള് KSRTC ബസ്സിലെ മാസ്റ്റർബേഷനെ പറ്റിയിട്ട് പറഞ്ഞു. അപ്പൊ അവരെന്താ സെഡ്യൂസ് ചെയ്തതുകൊണ്ടാ? അതായിരിക്കില്ല. ഇപ്പം അതായത് ഇപ്പൊ നമ്മൾ ആ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ തുർക്കിയിലുണ്ടായ BMW കാറിലുണ്ടായ ഒരു ലക്ഷറി മാസ്റ്റർബേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. ഇല്ല, അവിടെ ഓൾമോസ്റ്റ് BMW ബെൻസ് ഒക്കെ അത് കോമൺ ആയിട്ടുള്ള വെഹിക്കിൾസ് ആണ്. നമുക്കാണ് അത് ഭയങ്കര പ്രീമിയം. അല്ല, ഇത് ഈ ലക്ഷറി മാസ്റ്റർബേഷൻ എന്നുള്ളത് കമന്റ് സെക്ഷനിൽ ഉണ്ടായിരുന്ന ഒരു വേർഡാണ്. എന്നെക്കാളും നന്നായിട്ട് എന്റെ കമന്റ് നിങ്ങളോട് ചോദിക്കാം, ഞാൻ വായിച്ചിട്ടില്ല. ഇത് ഞാനായിട്ട് എടുത്തൊരു വാക്കല്ല ആക്ച്വലി. ഇത് ഞാനിങ്ങനെ, കാരണം നമ്മൾ ഇപ്പൊ അരുണിമയോട് സംസാരിക്കാൻ വരുമ്പോൾ അരുണിമേനെ പറ്റി അറിഞ്ഞിരിക്കണം, അരുണിമേനെ പറ്റി ആൾക്കാർ എന്താണ് പറയുന്നതെന്ന് അറിഞ്ഞിരിക്കണം. സോ ആ കാര്യത്തിൽ ഞാൻ സ്റ്റഡി